സഹൃദയരെ സല്യൂട്ട്. ഞാൻ ചേർത്തല ASP ആയി ജോലി ചെയ്യുന്ന സമയം അതിരാവിലെ കോള് വരികയാണ്. എനിക്ക് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നായിരുന്നു. മർഡർ നടന്നിട്ടുണ്ട്, പ്രതിയെ പിടിച്ചു, വിഷമിക്കൊന്നും വേണ്ട, പതുക്കെ സൗകര്യം പോലെ വന്നാലും മതി, SI ഒക്കെ സ്ഥലത്തെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ആരെ കൊന്നു ചോദിച്ചപ്പോ ഒരു ഭർത്താവിനെ ഭാര്യയെ കൊന്നു, അപ്പൊ അതുകൊണ്ട് കിട്ടിയിട്ടുണ്ട്, പ്രതിയൊക്കെ കിട്ടി, മാഡം വിഷമിക്കേണ്ട, പതുക്കെ വന്നാൽ മതി. എന്റെ അതിർത്തിയിൽ അങ്ങനെ മർഡർ നടക്കുന്ന വളരെ വളരെ അപൂർവമായിട്ടായിരുന്നു. അപ്പൊ എനിക്കത് കാണണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു SIയോട് പ്രത്യേകം നിർദ്ദേശിക്കണം, ഒന്നും അനക്കല്, ഞാൻ വന്നിട്ടേ ചെയ്യാവൂന്ന് പറയണം എന്ന് പറഞ്ഞ് ഞാൻ വേഗം റെഡിയായി. ഇപ്പൊ എന്റെ മനസ്സിൽ കൂടെ അത് അയാൾ പറഞ്ഞ ശരിക്കും ക്ലിയർ ആയില്ല. ഞാൻ കരുതിയത് ഒരു ഭർത്താവ് ഭാര്യയെ കൊന്നു എന്നാണ് കരുതിയത്. അന്ന് മൊബൈൽ ഫോൺ ഇല്ല, ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. അപ്പൊ ലാൻഡ് ഫോൺ കറക്കി ഞാൻ ഡ്രൈവറെ വിളിച്ചിട്ട് വേഗം വണ്ടിയായിട്ട് വരണം, എനിക്കൊരു മർഡർ സീൻ വിസിറ്റ് ചെയ്യാൻ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ ഒരു 5:30-6 മണി അടുപ്പിച്ച് പോയി. ഒരു 20 മിനിറ്റിനകം നമ്മൾ അവിടെ സ്ഥലത്തെത്തി. അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് കുറച്ച് സമയം നടന്ന ഇടവഴി കൂടെയാണ്, ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ്, ഒരു വണ്ടി പോയില്ല. അപ്പൊ നടന്ന് പോകുന്ന വഴി SI എന്നെ സ്വീകരിക്കാൻ വന്നിരുന്നു. ഞാൻ SIയോട് ചോദിച്ചു, ഫോറൻസിക് ടീം വന്നോ, ഡോഗ് വന്നോ എന്നൊക്കെ. അപ്പൊ SI എന്നെ അതിശയമായിട്ട് നോക്കിയിട്ട് വന്നു, ഇല്ല മാഡം, അതിന്റെ ഒന്നും ആവശ്യമില്ല, പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്, അവർ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്, ഫോറൻസിക്കിന്റെയും ഒന്നിന്റെ ആവശ്യമില്ല, വളരെ ക്ലിയർ എവിഡൻസ് ഉണ്ട് ഇതിനകത്ത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് എപ്പോഴും സ്ട്രൈക്ക് ചെയ്തില്ല. അവിടെ ചെന്നപ്പോ അവിടെ നിറയെ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു, നാട്ടുകാര്, പത്രപ്രവർത്തകര്, എല്ലാവരും കൂടെ വന്ന് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. പോലീസ് അത് കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ച് പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് SI എന്തുകൊണ്ടാണ് ഇത് പെട്ടെന്ന് തീർക്കണം, മാഡം വരണ്ടാന്ന് പറഞ്ഞത് എന്ന്. അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഒരു ചെറിയ ഓലമേഞ്ഞ കുടില് പോലൊരു വീടാണ്. ആ സ്ഥലം മൊത്തം രക്തത്തിൽ കുതിർന്ന് കിടക്കുകയായിരുന്നു. വശത്തൊരു പായില് ഒരു സാമാന്യം വണ്ണമുള്ള ഒരു കറുത്ത മനുഷ്യൻ ഇങ്ങനെ നിരവധി വെട്ടേറ്റ് ഇങ്ങനെ മരിച്ചു കിടപ്പുണ്ട്. മറ്റൊരു മൂലയിലായിട്ട് ഒരു വിറച്ചുകൊണ്ടൊരു മെലിഞ്ഞ കനം കുറഞ്ഞ ഒരു സ്ത്രീ തറയിൽ ഇങ്ങനെ നിലത്ത് കുത്തിയിരിക്കുകയാണ്. അവരിങ്ങനെ മുഖം ഇങ്ങനെ മറച്ചിട്ടുണ്ട്, മുട്ടില് മുഖം വെച്ചിട്ട് മറച്ചിട്ടുണ്ട്. അപ്പൊ ആ സ്ത്രീയുടെ അടുത്തായിട്ട് തന്നെ ഒരു ചോരയെ പുരണ്ട വെട്ടുകത്തിയും കിടപ്പുണ്ട്. വളരെ ക്ലിയർ ആണ്, സംഭവം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും ആ സ്ത്രീ ഭർത്താവിനെ കൊന്നാണ്. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്, ഞാൻ കേട്ട തെറ്റിപ്പോയതാണ്, ഇത് ഭാര്യ ഭർത്താവിനെ കൊന്നതാണ് കാര്യം. അവരങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ മനസ്സിൽ എന്തുകൊണ്ടോ സ്ത്രീക്ക് കുറ്റം ചെയ്യാൻ പറ്റില്ല എന്നൊരു ധാരണ വരികയും അത് ഭർത്താവ് ഭാര്യയെ കൊന്നതാണെന്ന് ചിന്തിക്കുകയും ചെയ്തതാണ്. പുരുഷന്റെ ജഡം കിടക്കുന്നതിനേക്കാളും കണ്ടത് ദയ എനിക്ക് സ്ത്രീയോടാണ് തോന്നിയത്. സ്ത്രീയുടെ അടുത്ത് എന്ന് ഞാൻ കുത്തിയിരുന്ന അവരുടെ ശരീരത്തിൽ തൊട്ട് അവർ ഞെട്ടി വിറച്ചിങ്ങനെ എന്നെ നോക്കി. ഇപ്പൊ ഞാൻ സാരമില്ല, വിഷമിക്കേണ്ട, അപ്പൊ അതൊക്കെ എണീറ്റ് നിൽക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അവര് എണീറ്റ് നിന്നും ഇങ്ങനെ വിറച്ചുകൊണ്ട് ഞാൻ വെള്ളം വേണോ, എന്തെങ്കിലും വേഷം മാറ്റണോ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണോ എന്നൊക്കെ ചോദിച്ചു. അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോവാണ്, നിങ്ങളല്ലേ ഈ കുറ്റം ചെയ്തതെന്ന് ചോദിച്ചാൽ അവർ മിണ്ടുന്നില്ല, അവർ പ്രതികരിക്കുന്ന പോലും ഇല്ല, അവരിങ്ങനെ വിറച്ചുകൊണ്ട് നിൽക്കുകയാണ്. പോലീസിനെ കണ്ടതിന്റെ പേടിയൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. SI ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയുന്നുണ്ട്, മാഡം നമുക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് ബോഡി മാറ്റട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും അവരോട് പറഞ്ഞ് എണീറ്റ് വരൂ, നമുക്ക് മുഖമൊക്കെ തുടച്ചിട്ട് വാ, പോലീസ് സ്റ്റേഷനിൽ പോവാം എന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ച് അവരെ വിളിച്ച് ജീപ്പിൽ കയറ്റി സ്റ്റേഷനിൽ ചെന്നിട്ടും അവിടെ അവർക്കൊരു ചായ കൊടുത്തു. ഞാനും അവരുടെ കൂടെ ചായ കുടിച്ചു. ഞാൻ ചായ രാവിലെ കുടിച്ചിട്ടില്ലാത്തതുകൊണ്ട് കുടിച്ചതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ സംസാരിച്ചു. അപ്പോഴേക്കും CI സ്ഥലത്ത് വന്നു. പിന്നെ SP വിളി തുടങ്ങി. കൊലപാതകം ഉണ്ടായിക്കഴിഞ്ഞാൽ നിയമത്തിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, കൊലപാതകത്തിന് ശിക്ഷ ഇത്രയേ ഉള്ളൂ, കൊലപാതകം ഇതാണെന്നുള്ളത്. അതിന്റെ കാരണമൊന്നും ആരും നോക്കാറില്ല, എന്തെങ്കിലും കാരണം കാണും, അതിനെപ്പറ്റി നമ്മൾ ബോധർ ചെയ്യേണ്ട, എഴുതുന്നത് പോലെ എഴുതാം, ഇവരെ കോടതി കൊണ്ടുപോകാം, റിമാൻഡ് ചെയ്യാം, കേസ് ഷുവറായിട്ട് ശിക്ഷിക്കും, കാരണം ഇവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഒരു പുരുഷ ഉദ്യോഗസ്ഥനെ പോലെ എനിക്കതങ്ങനെ കളയാൻ തോന്നിയില്ല. ഞാൻ ഇതിന്റെ കാരണം ചികഞ്ഞ് അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ സ്ത്രീയോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് കേട്ടിട്ട് കുറച്ചും കൂടെ എൻ്റെ ഹൃദയം അലിഞ്ഞു പോവുകയാണ് ചെയ്തത്. കാരണം അവർക്ക് കുറെ ചോദ്യങ്ങളുണ്ടായിരുന്നു ചോദിക്കാൻ. ഞങ്ങൾ പാവപ്പെട്ട സ്ത്രീകൾ ഇതുപോലെ സഹിക്കാൻ വിധിക്കപ്പെട്ടവരാണോ സാറേ? 19 വയസ്സിൽ ഇവളെയും കല്യാണം കഴിപ്പിച്ച് വിട്ടു, പറ്റുന്ന തരത്തിലുള്ള സ്ത്രീധനം കൊടുത്തു, കുട്ടിക്കാലം മുതൽ പെണ്ണല്ലേ നീ കെട്ടേണ്ടവളല്ലേ, നീ കല്യാണം കഴിച്ച് ജീവിക്കേണ്ടവളല്ലേ എന്നുള്ള രീതിയിൽ വളർത്തി, പഠിപ്പിച്ചില്ല കാര്യമായിട്ട്. കല്യാണം കഴിച്ച് പോയപ്പോൾ തൊട്ട് ഇവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഭാര്യയല്ലേ സഹിക്കണം എന്ന് പറഞ്ഞ് സഹിപ്പിച്ചു. നിരന്തരം മർദ്ദനമാണ്, മദ്യപിച്ചിട്ട് വന്ന് ഉപദ്രവിക്കും. ആള് പറയുന്നത് എനിക്ക് കൂലിപ്പണിയുടെ വേദന കൊണ്ട് കള്ളു കുടിക്കുന്നതാണ്, കള്ളു കുടിച്ചു കഴിഞ്ഞാൽ എല്ലാ നിയന്ത്രണവും തെറ്റും, പിന്നെ അയാൾക്ക് മർദ്ദിക്കുന്നതിലാണ് ഹരം. ഇങ്ങനെ മർദ്ദിച്ചു കഴിഞ്ഞാൽ ഈ പെണ്ണിനെ ലൈംഗികമായി ഉപയോഗിക്കുകയും വേണം, എന്നാലേ അയാൾക്ക് ഉറങ്ങാൻ പറ്റൂ രാത്രി. അത് കഴിഞ്ഞ് അയാൾ സുഖമായിട്ട് കിടന്നുറങ്ങും. അതേസമയം ഈ സ്ത്രീയും ജോലിക്ക് പോകുന്നുണ്ട്,
അവർക്ക് വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കണം, ഭർത്താവിന് ഭക്ഷണം പാകം ചെയ്യണം, മറ്റു പല കാര്യങ്ങളും അവർക്ക് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് എല്ലാം വെച്ച് കാത്തിരിക്കുമ്പോൾ ഭർത്താവ് തിരിച്ചു വന്ന് അടി സഹിക്കണം. അതിനുശേഷം അയാളുടെ ലൈംഗിക സംതൃപ്തിക്ക് കിടന്നു കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് രാത്രി മുഴുവനും ആ വേദനയിൽ ഉറങ്ങാൻ പറ്റാതെ ഇരുന്ന് കരയണം. ഇതൊക്കെയാണ് അവരുടെ തലവിധി. പോട്ടെ, ഇതിൻ്റെ ഇടയിൽ കൂടെ അവർ 2 പ്രാവശ്യം ഗർഭിണിയായി. ചിലപ്പോൾ ഇതായിരിക്കും എൻ്റെ ഏറ്റവും വലിയ അത്താണിയായിട്ട് മാറുക, എനിക്ക് ഏറ്റവും വലിയ സഹായമായിട്ട് മാറുക. ഒരു മോനോ മോളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അച്ഛൻ എന്നെ അടിക്കാൻ വരുമ്പോൾ അവൻ കൈ പിടിച്ചിട്ട് പറയും അമ്മ അടിക്കരുത് എന്ന് പറയുന്ന ഒരു ശക്തിയുള്ള പുരുഷൻ ഒരു മോനായിട്ട് എനിക്ക് വരട്ടെ. എൻ്റെ വയസ്സാം കാലത്ത് എന്നെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കാൻ ഒരു മോൾ എനിക്ക് ഉണ്ടാവട്ടെ. 2 പ്രാവശ്യവും ഭർത്താവിൻ്റെ അടി കൊണ്ട് അത് കലങ്ങിപ്പോയി, അത് ഗർഭം അലസി പോവുകയാണ് ചെയ്തത്. ഓരോ പ്രാവശ്യവും ആശുപത്രി പോകുമ്പോൾ ആശുപത്രിയിലുള്ള ഡോക്ടർമാരോടും സിസ്റ്റർമാരോടും പറയും ഇങ്ങനെ അടി കൊണ്ടിട്ടാണ് എനിക്ക് വയ്യാതെ വരുന്നത് എന്ന് പറയുമ്പോൾ അവർ പറയും പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുക, ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ എഴുതി വെക്കാൻ പറ്റില്ല. നോക്കണം, ഈ 30 വർഷം മുമ്പുള്ള കാര്യമാണ് സംഭവിക്കുന്നത്. അന്ന് ആ സ്ത്രീകൾ അത്രമാത്രം അനുഭവിച്ചിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ വലിയ കഷ്ടമാണ് തോന്നേണ്ടത് നമുക്ക്. നാട്ടുകാരും വീട്ടുകാർക്കും ഒക്കെ അറിയാം ഇങ്ങനെ ഒരു കഷ്ടപ്പാട് ഇവർ സഹിക്കുന്നുണ്ടെന്നുള്ളത്. എന്നും അടിയുടെ ശബ്ദവും ഇവരുടെ കരച്ചിലുള്ള ശബ്ദവും ഒച്ചയും ഒക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ ആരും ഇവരെ ഇതുവരെ ഒരു രീതിയിലുള്ള സഹായവും ചെയ്തു കൊടുത്തിട്ടില്ല. ഇവർ പറഞ്ഞു പല പ്രാവശ്യം ഞാൻ എൻ്റെ വെട്ടുകത്തിക്ക് മൂർച്ച കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരിക്കൽ ഞാൻ ഇവനെ കൊല്ലും, ഇവൻ എൻ്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് വെട്ടുകത്തിക്ക് മൂർച്ച കൂട്ടി വെക്കും. പക്ഷെ അതിനുള്ള ധൈര്യം കിട്ടാറില്ല. തലേന്നത്തെ രാത്രി സംഭവിച്ചത്, സ്ത്രീ കാശ് അത്യാവശ്യത്തിന് റേഷൻ വാങ്ങിക്കാൻ കാശ് ചോദിച്ചപ്പോൾ അയാളെ കുറെ ഉപദ്രവിച്ചു. അന്ന് രാത്രിയിൽ അയാളെ കുടിച്ചിട്ട് വന്നിട്ട് ഇതുപോലെ എന്തോ പറഞ്ഞിട്ട് ഒരു വഴക്കായി, ഒരുപാട് അടിയൊക്കെ കൊടുത്തിട്ട് വാടി കിടക്കാന്ന് പറഞ്ഞ് ഇവിടെ പിടിച്ചുകൊണ്ട് പോയി. അന്നത്തെ ചട്ടിയും കലവും ഒക്കെ തല്ലിപ്പൊട്ടിച്ചു. ഇവരുണ്ടാക്കി വെച്ച ചോറും കലവും ഒക്കെ എടുത്ത് എറിഞ്ഞു. എന്നിട്ട് ഇവളെ പിടിച്ച പായിൽ കിടത്തി ഒരു ബലാത്സംഗം പോലെയുള്ള ഒരു പ്രക്രിയ കഴിഞ്ഞ ശേഷം അയാൾ കിടന്ന് സുഖമായിട്ട് മലർന്നു കിടന്ന് ഇങ്ങനെ കൂർക്കം വലിച്ച് ഉറങ്ങുന്ന കണ്ടപ്പം എൻ്റെ മനസ്സിലുള്ള എന്തോ ഒരു സാധനം പൊട്ടിപ്പോയി സാറേ. ആ പൊട്ടലിൽ എനിക്ക് പട്ട് പിടിച്ച പോലെ ഞാൻ അടുക്കളയിൽ ചെന്ന് ആ മൂർച്ച കൂട്ടി വെച്ചിരിക്കുന്ന വെട്ടുകത്തി എടുത്തോണ്ട് വന്നു. അത് ആദ്യം അയാളുടെ കഴുത്തി വെട്ടി തോളത്ത് കൊണ്ടു, പിന്നെ അയാളുടെ തോളത്ത് വെട്ടി, പിന്നെ വയറി വെട്ടി. അയാള് കുറെ തടയാൻ ശ്രമിച്ചു. ഞാൻ ഭദ്രകാളി എൻ്റെ ദേഹത്ത് കയറിയതുപോലെ ഞാൻ വെട്ടി 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 കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾക്ക് ജീവൻ പോയി, ഇയാളെ ചത്ത് കാണുന്നു വിചാരിച്ചു, എനിക്കറിയാം. പക്ഷെ ഞാൻ അലർച്ചയും വെട്ടലും എനിക്ക് നിർത്താൻ പറ്റിയില്ല. ശരീരത്തിൽ നിന്ന് ശക്തി ചോർന്നു പോണ പോലെ തോന്നിയപ്പോഴാണ് ഞാൻ മൂലയിൽ പോയിരുന്ന് കരയാൻ തുടങ്ങിയത്. ഇത് കേട്ടപ്പോൾ എനിക്ക് ഈ അവരുടെ ചോദ്യങ്ങൾ ഒരുപാട് പ്രസക്തമാണെന്ന് തോന്നി. അപ്പൊ ഞാനത് പറഞ്ഞു ഇതുപോലെ തന്നെ എഴുതിയാൽ മതി കേട്ടോ, അവരുടെ മൊഴി ഇതുപോലെ തന്നെ എഴുതിയാൽ മതി, നിർബന്ധം പിടിച്ച് പറഞ്ഞിട്ട് അങ്ങനെ ഒരു രീതിയിലാണ് കേസ് എഴുതിയത്. പക്ഷെ അതുകൊണ്ട് ആർക്കും ഒരു ദ്രോഹം ഉണ്ടായില്ല. കാരണം ചെയ്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കണം എന്നുള്ള ഒരു ധാരണ അവർക്കുണ്ടായിരുന്നു. കോടതിയിൽ കേസ് ചാർജ് ഷീറ്റ് ചെയ്തു. അവർക്ക് എനിക്ക് തോന്നുന്നു 18 മാസം എങ്ങാണ്ടാണ് ശിക്ഷ വിധിച്ചത്. എനിക്കിത് വളരെയധികം സ്പർശിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ പിന്നീട് ഇതുപോലെ ഡൊമസ്റ്റിക് വയലൻസ് വരുന്ന സ്ഥലങ്ങളിൽ എന്തൊക്കെ നടപടി എടുക്കണം എന്നുള്ളതിന്റെ ഒരു റിപ്പോർട്ട് എഴുതി SP-ക്ക് കൊടുത്തിരുന്നു. ഒരു കൗൺസിലിംഗ് സെന്റർ തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടായതും അതുകൊണ്ടായിരുന്നു. ഡൊമസ്റ്റിക് വയലൻസ്, ഭാര്യ ഭർത്തൃ ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഭാര്യയ്ക്ക് പ്രതികരിക്കാൻ ഒരു ശക്തി കൊടുക്കാൻ സാധിക്കുമോ, എങ്ങനെയാണ് അവളെ കൊണ്ട് ഏതൊക്കെ രീതിയിലാണ് അവർക്ക് നിയമസംരക്ഷണം ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കാൻ സാധിക്കുമോ, ഇങ്ങനെയുള്ള ഒരുപാട് ആശയങ്ങൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ നേടി കാണുമ്പോൾ നമുക്ക് മനസ്സിൽ വരും. അപ്പൊ ഇതുപോലെ പോലീസുകാർ പറയും കേസ് വളരെ ക്ലിയർ കേസാണ്, മർഡറാണ്, പ്രതിയെ കിട്ടി, വരണ്ട എന്നൊക്കെ പറഞ്ഞാലും ഞാനിത് വരാതെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ ഇതൊന്നും എനിക്ക് മനസ്സിലാവാൻ പറ്റുകയില്ലായിരുന്നു. പക്ഷെ പോകണമെന്നൊരു ആഗ്രഹം എങ്ങനെയോ വന്നുകൊണ്ട് ഒരു പുരുഷനാണ് കൊന്നതെന്ന് വിചാരിച്ചെങ്കിലും ഞാൻ അവിടെ ചെന്ന് ഈ സംഭവം കണ്ട് ആദ്യമായിട്ടൊരു സ്ത്രീ കൊലപാതകയാകുന്നത് കണ്ട് നേരിട്ട് അവരെ വിളിച്ച് ചോദ്യം ചെയ്ത് അതിന്റെ കാരണം മനസ്സിലാക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് പല ആശയങ്ങളും എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്നതും ഭാവിയിൽ ചിലപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ സാധിച്ചതും. അടുത്ത പ്രാവശ്യം കാണുന്നവരെ വളരെ സ്നേഹത്തോടു കൂടി സസ്നേഹം, ശ്രീലേഖ.